ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഷെടാ ഇതാരായിരുന്നവോ? ഞാൻ മറന്നുപോയിട്ട്. ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഏതോ ഒരു ഇംഗ്ലീഷ് പടം കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കുത്തിരുന്ന് വരച്ചതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ ഞാൻ കുറച്ച് വർഷം മുന്നേ വരച്ച കുറച്ച് ഇമേജസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. ഇത് ഞാൻ മണ്ഡല ആർട്ട് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയൊരു ആർട്ടാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന സ്കെച്ച് പെൻ വെച്ചിട്ടാട്ടോ. എന്റെ കയ്യിൽ ഈ മണ്ഡല ആർട്ടൊക്കെ ചെയ്യുന്ന ഒരു പെന്നുണ്ടല്ലോ, ആ സംഭവം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ആണിത്. വരച്ചു വന്നപ്പോ അത്യാവശ്യം ഓക്കെ എന്ന് തോന്നിയൊരു ഇമേജ് ആട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു പീകോക്ക് ആണ്. ഇതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന സ്കെച്ച് പെൻ വെച്ചിട്ടാട്ടോ. ഈ ബ്ലാക്ക് കളറിങ് കൊടുത്തിരിക്കുന്ന സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെയാണ്. ഇതാണ് നെക്സ്റ്റ് ഞാൻ വരച്ച ഇമേജ്. ഒരു കൃഷ്ണൻ തീമിൽ ചെയ്തതാട്ടോ. ഈ ഒരു ഇമേജ് എനിക്ക് വരച്ചു തുടങ്ങിയപ്പോ തന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഇതാണ്. ഇതിന്റെ കണ്ണും ഷെയ്ഡിങ് ഒന്നും എനിക്ക് അത്ര ശരിയായില്ല. എനിക്കല്ലെങ്കിലും പെൻസിൽ ഷെയ്ഡിങ് വലിയ ഒട്ടും അറിവില്ലാത്തൊരു മേഖലയാണ് ഈ പെൻസിൽ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് വിട്ടു. ഇത് ഞാൻ എന്തിനായിരുന്നു ഇൻസ്റ്റയിൽ എന്തോ വീഡിയോ ഇടാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, മറന്നുപോയി. പിന്നെ നെക്സ്റ്റ് ഇമേജ് ഇതാണ്. ഇത് ശ്രീകൃഷ്ണനും രാധയും ഒരു ഇമേജ് ആണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്താട്ടോ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം. ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ വരച്ചതല്ല കേട്ടോ. ഇതൊക്കെ ഓൾറെഡി അടിപൊളിയായിട്ട് ഗൂഗിളിലും പിൻട്രസ്റ്റിലൊക്കെ വരച്ചത് കിടക്കുന്നുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് ജസ്റ്റ് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതാണ്. ഇത് ഞാൻ മണ്ഡല പെൻ യൂസ് ചെയ്ത് തന്നെയാണ്. നെക്സ്റ്റ് ഇമേജ് ഇതുണ്ടല്ലോ, ഞാൻ ഈ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുക്കാൻ പഠിച്ചതാണ്. ഈ പെൻസിൽ ഷെയ്ഡിങ് പോലെ തന്നെ എനിക്ക് ഇപ്പോഴും വലിയ അറിവില്ലാത്തൊരു കാര്യമാണ് വാട്ടർ കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുന്നത്. അവസാനം ഷെയ്ഡ് ചെയ്ത് ആ പേപ്പർ ലാസ്റ്റ് പൊളിഞ്ഞു വരുന്ന അവസ്ഥയായിപ്പോയി. ഈ ഒരു ഇമേജ് നമ്മൾ പറയില്ലേ, കോൺഫിഡൻസ് കൂടിപ്പോയ അത് കൊളാവും എന്ന് പറയുന്ന അതേ ഒരു അവസ്ഥയാണ് ഈ ഇമേജ്. നോ കമന്റ്സ്, കൊളാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് എന്റെ ഫേവററ്റ് ഇമേജ് ആണ്. ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ആണിത്. ഇതെനിക്ക് തോന്നുന്നൊരു 3-4 ഡേയ്സ് എടുത്ത് കാണും ഇത് ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. നോക്കട്ടെ ഞാൻ വരച്ചത് ആർക്കൊക്കെ മനസ്സിലായി എന്നുള്ളത്. ഇതാണ് നെക്സ്റ്റ് ഇമേജ്. ഇതാരായിരുന്നു? ഷെടാ, ഞാൻ പേര് ഞാൻ മറന്നുപോയി. ഏതോ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് ഞാൻ വരച്ചതാണ് ഇൻസ്പയർഡ് ആയിട്ട്. പേര് ഞാൻ മറന്നുപോയിട്ടോ. നിങ്ങൾക്ക് പേര് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇത് ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തത് തന്നെയാണ്. ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഷെയ്ഡ് ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ല അല്ലേ? 3D ലുക്ക് കിട്ടുമ്പോന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാ ആർട്ടിസ്റ്റിന്റെയും കയ്യിൽ ഒരു അൺഫിനിഷ്ഡ് വർക്ക് ഉണ്ടാവും. എന്റെ കയ്യിലും അതുപോലെ ഒരു അൺഫിനിഷ്ഡ് വർക്ക് ഉണ്ട്. അതാണ് ഇത്. എന്തോ ചെയ്തു വന്നപ്പോ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നി. പിന്നെ ഞാനത് തൊട്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വരച്ച ഇമേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക, ഒരു ലൈക്കും ചെയ്തേക്ക്, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഓക്കെ, ബൈ.